ഇപ്പോൾ നല്ല മഴയ്ക്കല്ലേ, മഴയ്ക്ക് പെയ്യുന്ന സമയത്ത് നമുക്ക് കഴിക്കാനായിട്ട് ഒരു കറുമുറ കഴിക്കാനായിട്ട് ഗ്രീൻ പീസ് വറുത്ത് ഉണ്ടാക്കിയാലോ. നമ്മുടെ പച്ചപ്പട്ടാണിക്കടല നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം, പക്ഷേ എണ്ണയിലല്ല എന്ന് മാത്രം കേട്ടോ. ആദ്യം എന്ത് ചെയ്യണം, കടല ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കണം. നിർബന്ധമായിട്ടും വെക്കണം, ഇല്ലെങ്കിൽ ഒരിക്കലും ഫ്രൈ ആവില്ല. അത് നമ്മൾ എണ്ണയിലിട്ടും ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിലും ഫ്രൈയിലായാലും. അങ്ങനെ വെള്ളത്തിൽ നിന്നും അരിപ്പയിലേക്ക് വെള്ളമെല്ലാം ഊറ്റിയെടുക്കണം. അങ്ങനെ നമ്മൾ എയർ ഫ്രയറിലേക്ക് നമ്മൾ ഈ കടല ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പേപ്പർ ലൈൻസ് വെക്കുകയാണ് കേട്ടോ. ഇത് വളരെ നല്ലൊരു ഉപകാരമുള്ള സംഭവമാണ്. ഇതിൻ്റെ പ്രൊഡക്റ്റുമാണ് ഞാൻ വീഡിയോയിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം കേട്ടോ. വളരെ നല്ലതാണ്, കാരണം നമ്മൾ കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതെടുത്ത് കളയുകയും ചെയ്യാം. വേറൊരു ഭാഗത്തും ആ ഗ്രില്ലിനകത്തൊക്കെ ഒന്നും അതിൻ്റെ ഐറ്റംസോ ഒന്നും വേസ്റ്റോ ഉപ്പും നമ്മളെ മുളകോ ഒന്നും അതിനകത്ത് പിടിക്കില്ല. ഒരു ബോക്സ് വാങ്ങിയാൽ തന്നെ 100 പീസ് ഉണ്ടാകും. നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ കടലയുടെ ഒരു പകുതി ഭാഗം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇടണ്ട, ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഫ്രൈ ആവില്ല. അങ്ങനെ നമ്മൾ ഇനി എയർ ഫ്രയറിനകത്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് ഓണായിട്ടുണ്ട്. ഞാനിത് ഫ്രൈസിനകത്താണ് ടച്ച് ചെയ്തിട്ടുള്ളത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് തൊടുമ്പോൾ നമുക്ക് വരുന്നതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് കൊടുക്കാം, പിന്നെ കൂട്ടി കൊടുക്കാൻ പറ്റില്ല. അത് എത്ര എന്നുള്ളത് അതിനകത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ടാകും. പിന്നെ ടൈമും അതിനകത്തുള്ളത് തന്നെ ആയിരിക്കും. ടൈം വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. ഇനി ആദ്യം പ്രീ ഹീറ്റിങ് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ഓണാവുന്നത്. അങ്ങനെ 15 മിനിറ്റ് പകുതി ആവുന്ന സമയത്ത് അത് ടേൺ ചെയ്യാൻ പറയും ഫുഡ്. നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഓണാക്കിയിട്ട് നമുക്ക് ഫുഡൊക്കെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ആയിട്ടേ ഉള്ളൂ, കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല. പക്ഷെ നല്ല ചൂടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് നമ്മുടെ ഫ്രൈ ആയതുപോലൊന്നും ആയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഇത് ശരിയാവോ ഇല്ലെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശരിയാവണമെങ്കിൽ മാത്രം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള സമയം കൂടി അങ്ങനെ വരും. നമ്മൾ ഈ ലൈറ്റ് അമർത്തും കാണാം എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്യുന്നത് എന്നൊക്കെ. പൊട്ടിത്തെറിക്കുന്നുണ്ടെന്നൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കടല പൊട്ടില്ലേ. ഞാനിത് എയർ ഫ്രയറിനകത്ത് 2 പ്രാവശ്യം വീണ്ടും വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വെച്ചിട്ട് എന്തായിട്ടും ഇത് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മൾ കടല ഫ്രൈ ആയത് പോലെ ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വെച്ചിട്ടോ, അപ്പോഴാണ് ഇത് കടല ശരിക്കായത്. ഞാൻ വീണ്ടും 15 മിനിറ്റ് നമ്മൾ സാധാരണ നേരത്തെ ആദ്യം വെച്ച പോലെ ഫ്രൈസിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റാണ് അതിനകത്ത് വെച്ചത്. 15 മിനിറ്റ് കഴിഞ്ഞ് പകുതി ടൈം ആയപ്പോൾ വീണ്ടും ടേൺ ചെയ്യാൻ പറഞ്ഞ് അത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും വെച്ചിട്ടുണ്ട്. ഇത് 2ാമത്തെ പ്രാവശ്യമായിട്ട് വെക്കുന്നത്. ഫസ്റ്റത്തെ പ്രാവശ്യം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വെച്ചതാണിത്. അങ്ങനെ ഫസ്റ്റ് ടൈമിൽ വെച്ചപ്പോൾ ഒരിക്കലും കടല ആയിട്ടുണ്ടായിരുന്നില്ല. ഇതുണ്ട്, ഇതിനകത്തുനിന്ന് കാണുന്നുണ്ട് കടല പൊട്ടിത്തെറിക്കുന്നതൊക്കെ. 2ാമത്തെ പ്രാവശ്യത്തിലാണ് ഇതുപോലെ പൊട്ടിത്തെറിക്കുന്ന സൗണ്ടൊക്കെ കേട്ടത്. അപ്പോൾ പിന്നെ ശരിക്കും ചെറിയൊരു സമാധാനമായി, അത് കടല ഏതായാലും ഫ്രൈ ആവുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവുന്നത് ഇതിനകത്ത് കാണാൻ സാധിച്ചിട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ ചെയ്യുന്നതൊക്കെ റെഡി ആവുന്നതെന്ന് മനസ്സിലായി. ഇനി ഏകദേശം വളരെ സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എൻ്റെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. ചെറിയ സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു ഫ്രൈ ചെയ്തതിൻ്റെ. ഇത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. പക്ഷെ കാണുമ്പോൾ നമ്മുടെ സാധാരണ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ആ ടേസ്റ്റ് അല്ല. അങ്ങനെ നമ്മൾ ഇതിനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാട്ടോ. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. പക്ഷേ എണ്ണയിൽ പൊരിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഹെൽത്തി ആയിട്ട് കടല പൊരിച്ചത് കഴിക്കുന്ന ആഗ്രഹം, ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഒട്ടും എണ്ണയില്ലാതെ നമ്മളത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷേ എയർ ഫ്രൈനകത്ത് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ചെയ്യണം. അങ്ങനെ നമ്മുടെ കടല ഇതാ ഫ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് ക്രിസ്പി. കുറച്ച് മുളക് പൊടിയും പിന്നെ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ നല്ല മഴയല്ലേ, കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ ഹെൽത്തിയാണ്. ഇനി എയർ ഫ്രയർ ഇല്ലാത്തവർക്ക് സാധാരണ എണ്ണയിൽ എങ്ങനെയാണ് ഇത് പൊരിച്ചെടുക്കാമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു തരാം. സാധാരണ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ച് 4 മണിക്കൂർ കടല വെള്ളത്തിലിട്ട് വെച്ച് അത് അരിപ്പയിൽ ഊറ്റി വെച്ച് വെള്ളം മുഴുവൻ പോയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇടുമ്പോൾ എന്ത് ചെയ്യണം, അടച്ച് വെക്കണമെന്ന് മാത്രം. അടച്ച് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കണ്ണിലേക്കൊക്കെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് അടച്ച് വെക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് ഇടുക. ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം, പെട്ടെന്നാവും. അത് നല്ല ടേസ്റ്റാണ്. ഇതിനേക്കാൾ ടേസ്റ്റ് അത് തന്നെയാണ്. പക്ഷേ ഇതിനകത്താകുമ്പോൾ എണ്ണയില്ലാതെ കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ.